ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 3ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ മാത്സിലെ 10ാമത്തെ പാഠഭാഗമായ പങ്കുവെക്കാം എന്ന പാഠഭാഗമാണ്. ഓക്കെ, അപ്പോൾ ബാക്കി എല്ലാ പാഠഭാഗങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ പാഠഭാഗത്തിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. കൂട്ടുകാർ റെഡിയാണോ? ഇവിടെ നമുക്ക് എന്താ തന്നിട്ടുള്ളത്? ഒരു പാമ്പും കോലുമാണ് തന്നിട്ടുള്ളത് അല്ലേ. ഇതിൽ കുറേ നമ്പേഴ്സും എന്താണ് പ്ലസ്സും അതുപോലെ തന്നെ ഇൻറ്റും ഹരിക്കുന്നതും മൈനസും ഒക്കെ തന്നിട്ടുണ്ട്. അതെന്താണെന്ന് വഴിയെ കൂട്ടുകാർക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഈ പാഠഭാഗത്തിൽ പഠിക്കാനുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഒത്തുനിൽക്കാം കൂട്ടരെ. നമുക്ക് ഒത്തുനിൽക്കാം കൂട്ടരെ എന്ന കളി കളിക്കാം. ഇവിടെ എന്താണ്? ഒരുമിച്ച് നിൽക്കുന്ന ഒരു കളിയാണ് കളിക്കാൻ പോകുന്നത്. അജലിൻ്റെ ക്ലാസ്സിൽ 20 കുട്ടികൾ ഈ കളി കളിച്ചു. എത്ര കുട്ടികളാണ്? 20 കുട്ടികളാണ് കളിച്ചിട്ടുള്ളത്. 5 പേർ എന്ന് പറഞ്ഞപ്പോൾ എത്ര കൂട്ടങ്ങൾ ആയി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുണ്ട് എത്രയാണ്? 4 × 5 അഥവാ 5 പേരുള്ള 4 ഗ്രൂപ്പുകളായിട്ടാണ് മാറിയിട്ടുള്ളത്. അങ്ങനെ എത്രയാണ്? 20 പേർ അങ്ങനെ ഈക്വലായി. അഥവാ 4 × 5 എന്ന് പറയുന്നത് 20ആണ്. ഇവിടെ 5 പേർ എന്ന് പറയുമ്പോൾ എത്ര കൂട്ടങ്ങളാണ് ആയിട്ടുള്ളത്? 4 കൂട്ടങ്ങളാണ് ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ 4 എന്ന് എഴുതി കൊടുക്കുക. ഇനി 4 പേർ എന്ന് പറഞ്ഞപ്പോൾ എത്ര കൂട്ടങ്ങൾ ആയി? അപ്പോൾ 4 പേരെ വെച്ചിട്ട് എത്ര കൂട്ടങ്ങളാവുമ്പോഴാണ് 20 കിട്ടുന്നത്? 5 കൂട്ടങ്ങൾ ആകുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 5 എന്നാണ് എഴുതേണ്ടത്. ഇനി 2 പേർ വീതമുള്ള കൂട്ടങ്ങളായാലോ? അപ്പോൾ 2 പേർ വീതമാണ്. 2 പേരെ 20 പേരാണല്ലേ. അങ്ങനെ ആക്കുമ്പോൾ 10 പേര് 10 കൂട്ടങ്ങളായിട്ട് കിട്ടും. ഓക്കെ, 10 കൂട്ടങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്നും ലഭിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ 10 എന്ന് എഴുതി കൊടുക്കുക. ഇതെങ്ങനെയാണെന്ന് കൂട്ടുകാർക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അറിയാമല്ലേ. വേണമെങ്കിൽ നമുക്കൊന്ന് എഴുതാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ആദ്യം നമ്മൾ 4 കൂട്ടങ്ങളാണ് ആക്കിയത് അല്ലേ. അപ്പോൾ ഇവിടെ 3 4 ഒരു കൂട്ടം, അതുപോലെ തന്നെ അടുത്ത കൂട്ടം. അങ്ങനെ നിങ്ങൾ എന്താണ്? കൂട്ടമാക്കി മാറ്റുക. രണ്ടാമത്തെ കൂട്ടം. ഇനി ഇത് ഒക്കെ കൂടെ 3ാമത്തെ കൂട്ടം. ഇനി ഇത് എല്ലാം കൂടെ 4ാമത്തെ കൂട്ടം. അതുപോലെ തന്നെ ഇത് 5ാമത്തെ കൂട്ടം. 5ാമത്തെ കൂട്ടമാകുമ്പോൾ 20 എണ്ണം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആവും. അങ്ങനെ 20 എണ്ണം വെച്ചിട്ട് നിങ്ങൾ കൂട്ടമാക്കുമ്പോൾ ഇത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇനി അടുത്ത പേജ് നോക്കാം. അടുത്തത് നോക്കൂ. ഏറ്റവും കൂടുതൽ കൂട്ടങ്ങൾ ആയത് ഏത് സംഖ്യ പറഞ്ഞപ്പോഴാണ്? ഏറ്റവും കൂടുതലുള്ള കൂട്ടങ്ങളായത്? 2 എന്ന് പറഞ്ഞപ്പോഴാണ് അല്ലേ. ഏതാണ്? 2 എന്ന സംഖ്യ പറഞ്ഞപ്പോഴാണ്. അപ്പോൾ ഇവിടെ മീതെ നിങ്ങൾ എന്തെഴുതി കൊടുക്കണം? 2 എന്ന് എഴുതി കൊടുക്കുക. എത്ര കൂട്ടങ്ങളാണ് ആയത്? 10 കൂട്ടങ്ങളായത് അല്ലേ. ഇനി 10 എന്ന് പറഞ്ഞപ്പോഴെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതലുള്ള കൂട്ടങ്ങളായതും 2 എന്ന് പറഞ്ഞപ്പോൾ തന്നെയാണ്. 10 എന്ന് പറഞ്ഞപ്പോൾ എത്ര കൂട്ടങ്ങളായി? 10 കൂട്ടങ്ങൾ ആയി. അഥവാ 2 × 10 എന്ന് പറയുന്നത് 20 ആണ്. ഇനി താഴെ നോക്കൂ. ആകെ കുട്ടികൾ. ഒരു കൂട്ടത്തിലെ കുട്ടികളുടെ എണ്ണം 5 ആണ്. കൂട്ടങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 4 ആണ്. ഇനി 20 പേര്. 20 ആകെ കുട്ടികൾ. കൂട്ടങ്ങളുടെ എണ്ണം 5 ആണ്. കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 4 ആണ്. ഇനി 20 കുട്ടികൾ തന്നെയാണ്. 2 കൂട്ടമാണുള്ളത്. ഒരു കൂട്ടത്തിലെ കുട്ടിയുടെ എണ്ണം 2 ആണ്. കൂട്ടങ്ങളുടെ എണ്ണം എത്രയായിരിക്കും? എപ്പോഴാണ് നമുക്ക് 20 കിട്ടുന്നത്? 10 അല്ലേ. 2 × 10 ആവുമ്പോഴാണ്. അപ്പോൾ ഇവിടെ 10 എന്ന് വരും. ഇനി 20 വെച്ചിട്ട് മറ്റൊരു കൂട്ടം നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി സാധിക്കും കൂട്ടുകാരെ? ഇവിടെ 10 പേരുള്ള 2 കൂട്ടവും നമുക്ക് ആക്കാം. ഇത് നേരെ തിരിച്ചു നമുക്ക് ആക്കാവുന്നതാണ്. ഇനി അടുത്ത ചക്കരമാവാണ്. സ്കൂൾ മുറ്റത്തെ ചക്കരമാവ് കണ്ടില്ലേ? കാറ്റത്ത് ധാരാളം മാങ്ങ താഴെ വീണു. അജലും കൂട്ടുകാരും മാങ്ങ പെറുക്കിയെടുത്തു. 16 പഴുത്ത മാങ്ങ കിട്ടി. 28 പച്ച മാങ്ങ കിട്ടി. 36 കണ്ണി മാങ്ങ കിട്ടി. അജലിൻ്റെ സ്കൂളിൽ 4 ക്ലാസ്സുകളാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ മാങ്ങയുടെ എണ്ണം നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. 16 28 36 4 ക്ലാസ്സുകളാണുള്ളത്. ഇനി നോക്കൂ. പഴുത്ത മാങ്ങകളും പച്ച മാങ്ങകളും 4 ക്ലാസ്സിലേക്ക് തുല്യമായി കൊടുത്തു. ഓക്കെ, പഴുത്ത മാങ്ങകൾ കൂട്ടങ്ങളാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പഴുത്ത മാങ്ങകൾ എത്രയായിരുന്നു? 16 പഴുത്ത മാങ്ങകളായിരുന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെ കൊടുക്കാം നമുക്ക്. 1ാം ക്ലാസ്സിലേക്ക് 4 എണ്ണം കൊടുക്കാം. 2ാം ക്ലാസ്സിലേക്ക് 4 എണ്ണം കൊടുക്കാം. 3ാം ക്ലാസ്സിലേക്ക് 4 എണ്ണം കൊടുക്കാം. 4ാം ക്ലാസ്സിലേക്ക് 4 എണ്ണം കൊടുക്കാം.
അഥവാ 4 × 4 എന്ന് പറയുന്നത് എത്രയാണ്? 4 × 4 എന്ന് പറയുന്നത് 16 ഇനി അടുത്തത് പച്ചമാങ്ങകളാണ്. എത്ര പച്ചമാങ്ങകളാണുള്ളത്? 28 പച്ചമാങ്ങകളാണുള്ളത്. അപ്പോൾ 28 4 കറക്റ്റായിട്ട് വരുന്നത് ഏതാണ് കൂട്ടുകാരെ? 7 ആണല്ലേ. അഥവാ 4 × 7 എന്ന് പറയുന്നത് 28. അപ്പോൾ 7 മാങ്ങ വെച്ചിട്ട് നമുക്ക് ഓരോ ക്ലാസ്സിലേക്കും കൊടുത്താൽ മതി. ഇനി ഈ കൂട്ടത്തിൽ എത്ര എന്ന് പറയുന്നുണ്ട്. ഏതാണ്? ഇവിടെ 4 4 × 4 എന്ന് പറയുന്നത് 16. ഇനി ഇവിടെയോ? ഇവിടെ 7 ഉണ്ടായിരിക്കുക. 7 × 4 എന്ന് പറയുന്നത് 28. ഇനി കണ്ണിമാങ്ങകൾ അജ്ജലും 5 കൂട്ടുകാരും കൂടി വീതിച്ചെടുത്തു. കണ്ണിമാങ്ങകൾ കൂട്ടങ്ങളാക്കൂ, നിറം നൽകാനും പറയുന്നുണ്ട്. അപ്പോൾ ആകെ കണ്ണിമാങ്ങകൾ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 36 ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 6 വെച്ചിട്ട് നമുക്ക് കൊടുക്കാം അല്ലേ. 6 × 6 എന്ന രീതിയിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് 36 കറക്റ്റായിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് താഴെ നോക്കൂ. എത്ര കൂട്ടങ്ങൾ ഒരു കൂട്ടത്തിൽ എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ എത്ര കൂട്ടങ്ങളാണുള്ളത്? 6 കൂട്ടങ്ങളാണുള്ളത്. ഒരു കൂട്ടത്തിൽ 6 അഥവാ 6 × 6 എന്ന് പറയുന്നത് 36. ഇനി നേരെ താഴേക്ക് പോകാം. മഞ്ചാടി കളിയാണ്. കണക്കുപെട്ടിയിലേക്ക് ആവശ്യമായ മഞ്ചാടികൾ പെറുക്കുന്നതിനായി അജലും കൂട്ടുകാരും സ്കൂൾ മുറ്റത്തെ മഞ്ചാടി മരത്തിനരികിലെത്തി. എനിക്ക് 12 കിട്ടി. ഒരേപോലെ വീതിച്ചാലോ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇത് വീതിക്കേണ്ടത് എന്നാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. പാത്രത്തിൽ ആകെ 12 മഞ്ചാടിയാണുള്ളത്. ഇനി അഭിനയ ഒരു മഞ്ചാടി വീതം ഓരോരുത്തർക്കും കൊടുത്തു. ഓക്കെ, ഇനി ഒരു തവണ കൊടുത്തപ്പോൾ ബാക്കി വന്നത് എത്രയാണ്? 12 നിന്ന് 4 പേരുണ്ട്. അപ്പോൾ 4 കുറക്കുമ്പോൾ 8 എന്ന് കിട്ടും. വീണ്ടും 2 തവണ കൊടുക്കുകയാണ്. അപ്പോൾ 8 നിന്ന് 4 കൊടുക്കും. എല്ലാവർക്കും ഓരോന്ന് വീതം വെച്ച് കൊടുക്കുമ്പോൾ വീണ്ടും 4 ആവും. പിന്നെ ആകെ 4 ആ 4 നിന്ന് വീണ്ടും എല്ലാവർക്കും ഓരോന്നും കൊടുക്കുമ്പോൾ 4 കഴിയും. അവസാനം 0 ആയിരിക്കും. ഒന്നും കയ്യിൽ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ആകെ ഉണ്ടായിരുന്ന മഞ്ചാടി എന്ന് പറയുന്നത് എത്രയാണ്? 12 മഞ്ചാടിയാണ് അല്ലേ. 12 മഞ്ചാടിയാണ് ആകെ ഉണ്ടായിരുന്നത്. എത്ര പേർക്കാണ് വീതിച്ച് നൽകിയത്? 4 പേർക്കാണ് വീതിച്ച് നൽകിയത്. ഒരാൾക്ക് എത്ര കിട്ടി നോക്കൂ. 1 തവണ കൊടുത്തു, 2 തവണ കൊടുത്തു, 3 തവണ കൊടുത്തു. അപ്പോൾ ഒരാൾക്ക് എത്ര കിട്ടി? 3 വീതം കിട്ടി അല്ലേ. അഥവാ എത്രയാണ്? 3 × 4 എന്ന് പറയുന്നത് 12. 12 മഞ്ചാടി 4 പേർക്ക് തുല്യമായി വീതിച്ചാൽ ഓരോരുത്തർക്കും 3 മഞ്ചാടി വീതം കിട്ടും. അഥവാ 3 × 4 എന്ന് പറയുന്നത് 12 നമുക്ക് അറിയാം. അപ്പോൾ 4 പേർക്കാണ് 4 പേർക്ക് 3 വെച്ചിട്ടാണ് വീതിക്കാൻ 12 കൊണ്ട് സാധിക്കുന്നത്. ഇനി അടുത്തത് 12 മഞ്ചാടി 3 പേർക്ക് വീതിച്ചാലോ. അപ്പോൾ 4 പേർക്കാണ് നമ്മൾ വീതിച്ചത് അല്ലേ. ഇനി അടുത്തത് 3 പേർക്ക് നമുക്ക് വീതിച്ചു നോക്കാം. ഒരു തവണ കൊടുത്തപ്പോൾ ബാക്കി എത്ര ഉണ്ടായിരിക്കും? 12 നിന്നും 3 പോയപ്പോൾ 9 ഉണ്ടായിരിക്കും. ഇനി 2 തവണ കൊടുത്തപ്പോൾ എത്രയായിരിക്കും ഉണ്ടായിരിക്കുക? അഥവാ 9 നിന്നും വീണ്ടും കൊടുത്തു അല്ലേ. അപ്പോൾ 9 -3 എത്രയാണ്? 6 ആയിരിക്കും. ഇനി ഈ 6 നിന്ന് വീണ്ടും കൊടുക്കുകയാണ്. അഥവാ 6 - 3 എന്ന് പറയുന്നത് 3 ആയിരിക്കും. 4ാമത്തെ തവണ കൊടുക്കുകയാണ്. 3 - 3 എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി ആകെ ഉണ്ടായിരുന്ന മഞ്ചാടി എത്രയാണ്? ഇവിടെ 12 മഞ്ചാടിയാണ്. എത്ര പേർക്കാണ് കൊടുത്തത്? 3 പേർക്ക് കൊടുത്തു. ഒരാൾക്ക് എത്ര എണ്ണം കിട്ടി? ഒരാൾക്ക് 4 വെച്ചിട്ട് കിട്ടി അല്ലേ. 4 വെച്ചിട്ട് കിട്ടി. അഥവാ 4 × 3 എന്ന് പറയുന്നത് 12. ഇനി 12 മഞ്ചാടി 2 പേർക്ക് തുല്യമായി വീതിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട്. എങ്ങനെയായിരിക്കും? 12 മഞ്ചാടി 2 പേർക്ക് എങ്ങനെയാണ് വീതിക്കുന്നത്? ഒരു തവണ കൊടുത്തപ്പോൾ ബാക്കി വന്നത് എത്രയാണ്? 12 നിന്നും 2 പോകുന്നത്. അപ്പോൾ -10 മാറും. ഇനി 2ാമത്തെ തവണ കൊടുക്കുമ്പോൾ 10 നിന്നും കൊടുക്കും, 2 കൊടുക്കും. അപ്പോൾ 8 മാറും. 3ാമത്തെ തവണയാകുമ്പോഴോ അത് 8 നിന്നും 2 കൊടുക്കുമ്പോൾ 6 മാറും. പിന്നെ 6 നിന്നും 2 കൊടുക്കുമ്പോൾ 4 മാറും. ഇനി 4 നിന്നും 2 കൊടുക്കുമ്പോൾ 2 മാറും. 2 നിന്നും 2 കൊടുക്കുമ്പോൾ 0 മാറും. ആകെ ഉണ്ടായിരുന്ന മഞ്ചാടി 12. എത്ര പേർക്കാണ് വീതിച്ചത്? 2 പേർക്കാണ് വീതിച്ചത്. ഇനി ഒരാൾക്ക് എത്ര കിട്ടി? ഒരാൾക്ക് എത്ര കിട്ടിയിരുന്നു കൂട്ടുകാരെ? 6 കിട്ടിയത് അല്ലേ. 6 തവണ കിട്ടി. അഥവാ 6 × 2 എന്ന് പറയുന്നത്
12 അപ്പോൾ 12 2 പേർക്ക് കൊടുക്കുമ്പോൾ എത്രയാണ്? 6 എണ്ണം കൊടുക്കാം. 3 എണ്ണം കൊടുക്കുമ്പോൾ 4 എണ്ണം കൊടുക്കാം. 4 എണ്ണം അതുപോലെ തന്നെ 3 പേർക്കാണ് കൊടുക്കുന്നത്, 4 പേർക്കാണ് കൊടുക്കുന്നത് എങ്കിൽ 3 എണ്ണം വെച്ചിട്ട് കൊടുക്കാം. ഇനി അടുത്തത് നോക്കാം നമുക്ക്. നെക്സ്റ്റ് പേജ് 151 പേജ്, ഇതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. 12 മഞ്ചാടി 2 പേർക്ക് തുല്യമായി വീതിച്ചപ്പോൾ ഓരോരുത്തർക്കും 6 എണ്ണം വീതം കിട്ടി അല്ലേ. 12നെ ഒരേ എണ്ണമുള്ള 4 കൂട്ടമാക്കിയാൽ ഓരോ കൂട്ടത്തിലും 3 എണ്ണം കിട്ടുന്നുണ്ട്. ഇനി 12നെ ഒരേ എണ്ണമുള്ള 3 കൂട്ടമാക്കിയാൽ ഓരോ കൂട്ടത്തിലും എത്ര ഉണ്ടായിരിക്കും? എത്ര നമ്മൾ പറഞ്ഞത്? 4 എണ്ണം അല്ലേ. 4 എണ്ണമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അവിടെ 4 എന്ന് എഴുതി കൊടുക്കാം. ഇനി 12 മഞ്ചാടി ഒരേ എണ്ണമുള്ള 2 കൂട്ടമാക്കിയപ്പോഴാണ് ഓരോ കൂട്ടത്തിലും എത്ര ഉണ്ട്? ഇത് ഒരു കൂട്ടമാണ്. ഇതിൽ എത്ര ഉണ്ട്? 1 2 3 4 5 6 എണ്ണമാണുള്ളത്. ഈ അടുത്ത കൂട്ടത്തിലും 6 എണ്ണം തന്നെയായിരിക്കും. അപ്പോൾ ഒരേ തുല്യമാക്കുമ്പോൾ 2ലും 6 6 മാറും. ഇനി 12നെ ഒരുപോലുള്ള 2 കൂട്ടമാക്കിയാൽ ഓരോ കൂട്ടത്തിലും 6. 12നെ 2 തുല്യമാക്കിയാൽ ഓരോ ഭാഗത്തിലും 6 ആയിരിക്കും. 12നെ 2ആയി വീതിച്ചാൽ ഓരോന്നിലും 6 ആയിരിക്കും. അപ്പോൾ 3 രീതിയിൽ പറഞ്ഞാലും എന്താണ്? 6 തന്നെയാണ് വരുന്നത്. ഇനി 12നെ 2 കൊണ്ട് ഹരിച്ചാൽ 6 എന്ന് പറയാം. അഥവാ ഹരിക്കുന്ന ചിഹ്നമാണ് ഇത് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ചിഹ്നത്തിനെയാണ് നമ്മൾ ഹരിക്കുക എന്ന് പറയുന്നത്. അഥവാ 12നെ നമുക്ക് എന്ത് ചെയ്യാം? 12നെ 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 6 അഥവാ അതിൻ്റെ പകുതിയായിട്ട് മാറും. ഇനി 12 ഭാഗം 2 സമം 6 എന്നും വായിക്കാം ഇതിനെ. ഓക്കെ, 12 ഭാഗം 2 സമം 6 എന്നും വായിക്കാം. ഇനി 12 മഞ്ചാടി ഒരേ എണ്ണമുള്ള 3 കൂട്ടമാക്കിയാലോ 4 എണ്ണം കിട്ടുന്നുണ്ടല്ലേ. ഇത് ഒരു കൂട്ടം. ഇതിലെത്രയാണ്? 4 എണ്ണമാണുള്ളത്. അപ്പോൾ 3 കൂട്ടങ്ങളാണ്. 1 2 3 അല്ലേ. 1 2 3 കൂട്ടങ്ങൾ 4 എണ്ണം വീതമുള്ളതായിരിക്കും. ഇനി 12നെ ഒരുപോലെ 3 കൂട്ടമാക്കിയാൽ ഓരോ കൂട്ടത്തിലും 4 എണ്ണം വീതം കിട്ടും. അതായത് 12നെ 3 കൊണ്ട് ഹരിച്ചാൽ 4 എന്ന് ഉത്തരം കിട്ടും. 12 ഭാഗം 3 സമം 4 എന്ന് നമുക്കിതിനെ വായിക്കാം. ഓക്കെ, എങ്ങനെയാണ് എഴുതേണ്ടത്? 12 ഹരിക്കണം 3 = 4. ഇത് നമുക്ക് എങ്ങനെ പറയാം? 3 × 4 = 12 എന്നുള്ളതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഗുണന പട്ടിക എന്ന് പറയുന്നത്. മറ്റത് ഹരിക്കുന്നതാണ്. ഹരിക്കുമ്പോൾ ഇതിൽ എത്ര ഭാഗങ്ങളാക്കാം എന്നുള്ളതാണ് നമ്മൾ ഹരിക്കുമ്പോൾ കാണുന്നത്. ഇനി 12 മഞ്ചാടി ഒരേ എണ്ണമുള്ള 4 കൂട്ടമാക്കിയാൽ 12 ഭാഗം 4 സമം 3 എന്നായിട്ട് മാറും. 12 ഹരിക്കണം 4 സമം 3. 4 × 3 എന്ന് പറയുന്നത് 12 ആണ്. ഇനി 12 മഞ്ചാടി ഒരേ എണ്ണമുള്ള 6 കൂട്ടമാക്കിയാൽ എത്ര എണ്ണമായും? 12 ഭാഗം 6 സമം എത്രയായിരിക്കും? 6 സമം 2 എന്നായിരിക്കും അല്ലേ. 2 എന്ന് ആയിരിക്കും. അഥവാ 12 ഹരിക്കണം 6 അല്ലേ = 2 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? ഇവിടെ നമ്മൾ എഴുതേണ്ടത് 2 × 6 = 12 എന്നുള്ളതാണ്. ഇനി നമുക്ക് താഴെയുള്ള ഇതൊന്ന് പൂരിപ്പിച്ച് നോക്കാം. ഇവിടെ സന്ദർഭം, അതിൻ്റെ ഗണിതക്രിയ, ഗണിത രൂപമാണ് തന്നിട്ടുള്ളത്. 12 മഞ്ചാടി 2 പേർക്ക് തുല്യമായി വീതിച്ചു. 12 എണ്ണത്തിന് ഒരേപോലെയുള്ള 2 കൂട്ടമാക്കുകയാണ് ചെയ്തത്. അഥവാ 12നെ 2 കൊണ്ട് ഹരിക്കുക. 12 ഹരിക്കണം 2 സമം 6 എന്നായിട്ട് മാറും. ഇനി അടുത്തത് 12 മഞ്ചാടി 4 പേർക്ക് തുല്യമായി വീതിച്ചു നൽകുകയാണ്. അപ്പോൾ നമ്മളിവിടെ എഴുതേണ്ടത് 12 എണ്ണത്തിന് ഒരേ പോലെയുള്ള എത്ര കൂട്ടങ്ങളാക്കി? 4 പേർ അല്ലേ. 4 കൂട്ടങ്ങളാക്കി. 4 കൂട്ടമാക്കി. അഥവാ 12നെ 4 കൊണ്ട് ഹരിച്ചു. 12 ഹരിക്കണം 4. ഇനി അടുത്ത് നോക്കൂ. 12 എണ്ണത്തിന് ഒരേപോലെയുള്ള 3 കൂട്ടമാക്കുകയാണ്. അപ്പോൾ ഇവിടെ എഴുതുക 12 മഞ്ചാടി 3 പേർക്ക് തുല്യമായി വീതിച്ചു. അതാണ് 12നെ
3 കൊണ്ട് ഹരിച്ചു എന്ന് പറയുന്നത്. ഓക്കെ, 12 ഹരിക്കണം 3 എന്ന് പറയുന്നത്. 12 ഹരിക്കണം 3 സമം 4. ഇനി മറ്റൊരെണ്ണം നിങ്ങൾ ഇതേപോലെ തന്നെ നിങ്ങളൊന്ന് എഴുതി നോക്കുക. ഓക്കെ, ഇനി നമുക്ക് നേരെ താഴെയുള്ളതിലേക്ക് കടക്കാം. അടുത്തതും ഒരു പട്ടിക പൂർത്തിയാക്കുന്നത് തന്നെയാണ്. ഇവിടെ 6 മിഠായി 2 പേർക്ക് തുല്യമായി വീതിക്കുകയാണ്. 6 എണ്ണത്തിന് ഒരേപോലെയുള്ള 2 കൂട്ടമാക്കി 6നെ 2 കൊണ്ട് ഹരിച്ചു. 6 ഹരിക്കണം 2 ഈക്വൽ ടു എത്രയാണ്? സമം 3 എന്ന് പറയുന്നത്. ഇനി 6 പെൻസിൽ 4 കുട്ടികൾക്ക് ഒരേപോലെ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താ എഴുതേണ്ടത്? 16 എണ്ണത്തിനെ ഒരേപോലെയുള്ള 4 കൂട്ടമാക്കി, അഥവാ 16നെ 4 കൊണ്ട് ഹരിച്ചു. ഓക്കെ, 16 ഹരിക്കണം 4 എത്രയാണ്? 4 എന്ന് തന്നെ ഉത്തരം കിട്ടും. ഇനി 18 പേന 6 പേർക്ക് ഒരേ എണ്ണം വീതം കൊടുത്തുമാണ്. അതും ഇതേപോലെ എഴുതുക. 18 എണ്ണത്തിനെ ഒരേപോലെയുള്ള 6 കൂട്ടമാക്കി എന്ന് എഴുതി കൊടുക്കുക. അഥവാ 18നെ 6 കൊണ്ട് ഹരിച്ചു. ഓക്കെ, അഥവാ 18 ഹരിക്കണം 6 ഈക്വൽ ടു എത്രയാണ്? 3. ഇനി ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതേപോലെയുള്ള ഒരെണ്ണം എഴുതി നോക്കുക. ഇനി അടുത്തത് നോക്കൂ, പൂക്കൾ ഉണ്ടാക്കാം എന്നുള്ളതാണ്. മികവ് ഉത്സവത്തിന് സ്റ്റേജ് അലങ്കരിക്കാൻ പൂക്കൾ ഉണ്ടാക്കുകയാണ് അജലും കൂട്ടുകാരും. 7 വട്ടം വെച്ച് ഒരു പൂവ് ഉണ്ടാക്കണം. അജലിൻ്റെ ഗ്രൂപ്പിന് 21 വട്ടം കിട്ടി. അവർക്ക് എത്ര പൂക്കൾ ഉണ്ടാക്കാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര എണ്ണം ഉണ്ടാക്കാം കൂട്ടുകാരെ? എത്ര എണ്ണം ഉണ്ടാക്കാം? 7 എങ്ങനെയാണ് 21 ആവുന്നത്? 21 ആവണമെങ്കിൽ 7 എണ്ണം വെച്ചിട്ടാണ്. അപ്പോൾ കൂട്ടുകാർ ഒരു 7 എടുക്കുക, പിന്നെ അടുത്ത 7 എടുക്കുമ്പോൾ 14 ആയി, അടുത്ത 7 എടുക്കുമ്പോൾ 21 ആയി. അഥവാ 3 തവണയാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അഥവാ 3 × 7 എന്ന് പറയുന്നത് 21 ആണ്. ഓക്കെ, ഇനി 35 വട്ടങ്ങളാണ് അഭിനയുടെ സംഘത്തിന് കിട്ടിയത്. അവർക്ക് എത്ര പൂക്കൾ ഉണ്ടാക്കാം എന്ന് ചോദിക്കുന്നുണ്ട്. 35 എണ്ണമാണ്. അപ്പോൾ 35 വെച്ചിട്ട് എങ്ങനെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും? 5 എണ്ണം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അഥവാ 5 × 7 എന്ന് പറയുന്നത് 35 ആണ്. ഇനി അടുത്തത് 28 വട്ടം കിട്ടിയാൽ എത്ര പൂക്കൾ ഉണ്ടാക്കാം എന്ന് ചോദിക്കുന്നുണ്ട്. 28 എണ്ണം കൊണ്ട് നമുക്ക് 4 എണ്ണമാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അഥവാ 4 × 7 എന്ന് പറയുന്നത് 28 ആണ്. മനസ്സിലായോ? അപ്പോൾ ഒരു 7 വെച്ചിട്ട് ഒരു പൂവ് ഉണ്ടാക്കാം, അടുത്ത 7 വെച്ച് 14 ഉണ്ടാക്കാം, അടുത്ത 7 വെച്ച് അങ്ങനെ നിങ്ങൾ കൂട്ടി വരിക. അപ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ അറിയാമെങ്കിൽ, ഗുണനപ്പട്ടിക അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് ഉത്തരം കിട്ടും. ഇനി അടുത്തത് നോക്കാം നമുക്ക്. പൂക്കളുടെ എണ്ണമാണ്. കിട്ടിയ വട്ടത്തിൻ്റെ എണ്ണം 21 ആണ്. അത് വെച്ചിട്ട് ഒരു പൂവുണ്ടാക്കാൻ 7 വട്ടം വേണം. 21 ഹരിക്കണം 7 എന്ന് പറയുന്നത് 3. അപ്പോൾ 3 പൂക്കൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. ഇനി 35 വെച്ചിട്ടാണെങ്കിൽ നമ്മൾ പറഞ്ഞു എത്ര എണ്ണം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും? 35 ഹരിക്കണം 7 ഈക്വൽ ടു എത്രയാണ്? സമം 4 ആണ്. അപ്പോൾ 4 പൂക്കൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. 5 ആണ്. 5 പൂക്കൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇനി അടുത്തത് 28 ആണ്. 28 വെച്ചിട്ട് 28 ഹരിക്കണം 7 എത്രയാണ്? 4 ആണ്. അപ്പോൾ 4 പൂക്കൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ഇനി അടുത്തത് 70 എണ്ണമാണ്. 70 എണ്ണം വെച്ച് എത്ര എണ്ണം ഉണ്ടാക്കാം? 70 ഹരിക്കണം 7 എത്രയാണ്? 10 എണ്ണം ഉണ്ടാക്കാം. അപ്പോൾ എത്ര? 10 എന്നിവിടെ നിങ്ങൾ എഴുതി കൊടുക്കുക. ഇനി അടുത്തത് 14 ആണ്. 14 എണ്ണം വെച്ച് എത്ര എണ്ണം ഉണ്ടാക്കാം? 17 ഹരിക്കണം 7 എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2 പൂക്കളെ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇനി 63 ഹരിക്കണം 7 9 എന്ന ക്രിയയെ ഒരു ചോദ്യമായി എഴുതാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പറയാം എന്താണ്? ചക്കിയുടെ കയ്യിൽ 63 വട്ടങ്ങളുണ്ട്. ഓക്കെ, ഒരു പൂവുണ്ടാക്കാൻ ഒരു പൂവുണ്ടാക്കാൻ 7 വട്ടം ആവശ്യമാണ്.
7 വട്ടം വേണം. ആകെ എത്ര പൂക്കൾ ഉണ്ടാക്കാം? ആകെ എത്ര പൂക്കൾ ഉണ്ടാക്കാം? അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഒരു ചെറിയ ചോദ്യം ഇത് വെച്ചിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഇനി അടുത്തത് നോക്കാം. എത്ര മുട്ട തട്ടുകൾ? അജലിൻ്റെ അച്ഛൻ്റെ കടയിൽ 2 തരം മുട്ടത്തട്ടുകളുണ്ട്. ഒന്നാമത്തേതിൽ 4 മുട്ട വീതം, രണ്ടാമത്തേതിൽ 6 മുട്ട വീതം വെക്കാം. 24 മുട്ട വെക്കാൻ എത്ര തട്ട് വേണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം 4 മുട്ട വെക്കുന്ന തട്ടാണെങ്കിൽ 24 ആവണമെങ്കിൽ എത്ര എണ്ണം വേണം? 6 എണ്ണം വേണം. അഥവാ 24 എന്ത് ചെയ്യണം നമ്മൾ? 24 ഹരിക്കണം 4, 6 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഇനി 6 മുട്ട വെക്കുന്ന തട്ടാണെങ്കിലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയായിരിക്കും? ഈ 24 മുട്ടയാണുള്ളത്. 24 മുട്ട 24 ഹരിക്കണം 6 വെച്ച് ചെയ്ത് നോക്കുക. അപ്പോഴും നമുക്ക് 4 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, ഇനി നമുക്ക് താഴേക്ക് പോവാം. പട്ടിക നോക്കൂ. 6 × 4 = 24. അഥവാ 24 ഹരിക്കണം 4 സമം 6. 24 ഹരിക്കണം 6 സമം 4. ഇനി അങ്ങനെയാണെങ്കിൽ 7 × 8 സമം 56 ആണ്. 56 ഹരിക്കണം 7 സമം 8 എന്നവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എങ്ങനെ എഴുതാമെന്നാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കേണ്ടത്. എങ്ങനെ നമുക്ക് എഴുതാം ഇത്? 56 ഹരിക്കണം 7 = 8 ആണല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 56 ഹരിക്കണം 8 സമം 7 എന്ന് എഴുതാം. ഇനി 6 × 5 സമം 30 ആണ് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 30 ഹരിക്കണം 5 സമം 6, അല്ലെങ്കിൽ 30 ഹരിക്കണം 6 സമം 5. ഇത് രണ്ടും നമുക്ക് എഴുതാവുന്നതാണ്. ഇനി അടുത്തത് മേലെ ഇവിടെ കൊടുത്തിട്ടുണ്ട് 9 × 4 സമം 36 ആണല്ലേ. അതിനെ നമുക്ക് 30 എങ്ങനെ എഴുതാം? 36 ഹരിക്കണം 9 സമം 4 എന്ന് എഴുതാം. അല്ലെങ്കിൽ 36 ഹരിക്കണം 4 സമം 9 എന്നും എഴുതി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് 8 × 4 സമം 32 ആണ്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 32 ഹരിക്കണം 4 സമം 8, 32 ഹരിക്കണം 8 സമം 4 ഇങ്ങനെയും നമുക്ക് എഴുതാം. ഇനി അടുത്തത് നോക്കൂ. 24 6 × 3 കംപ്ലീറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് 24 ഹരിക്കണം 3 ആണ് സമം 8 ആണ്. അപ്പോൾ അവിടെ 8 × 3 എന്ന് പറയുന്നത് 24 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 24 ഹരിക്കണം 8 സമം 3 എന്നാണ്. ഇനി അടുത്ത 9 × 6 54 ആണ്. ഇനി അതുപോലെ തന്നെ 9 × 54 ഹരിക്കണം 6 സമം 9 എന്ന് വരും. അതുപോലെ തന്നെ 54 ഹരിക്കണം 9 സമം 6 എന്നും വരും. ഇനി അടുത്തത് 36 ഹരിക്കണം 9 സമം 4 ആണ്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 9 × 4 സമം 36 എന്ന് എഴുതാം. അതേപോലെ തന്നെ 36 ഹരിക്കണം 4 സമം 9 എന്നും എഴുതാം. ഓക്കെ, ഇത് എല്ലാം കറക്റ്റായിട്ട് എഴുതണം. ഇനി അവസാനം ഒരെണ്ണം എഴുതാൻ പറയുന്നുണ്ട്, അത് കൂട്ടുകാരൊന്ന് എഴുതി നോക്കുക. ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. അടുക്കളത്തോട്ടമാണ്. സ്കൂളിലെ അടുക്കളത്തോട്ടത്തിലേക്ക് 45 ചട്ടിയിലായി തൈകൾ കൊണ്ടുവന്നു. 5 വരിയിലാണ് ചട്ടികൾ വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു വരിയിൽ എത്ര ചട്ടികൾ ഉണ്ടെന്നാണ് ആദ്യം നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആകെ 45 ചട്ടികളാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? 5 വരികളാണുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ 45 ഹരിക്കണം 5 എന്നുള്ളത് ചെയ്ത് നോക്കുക. അപ്പോൾ 9 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ ഒരു വരിയിൽ എത്ര ചട്ടികളാണ്? 9 എണ്ണമായിരിക്കും അല്ലേ.
ഇനി 45 എണ്ണത്തെ 5 തുല്യമാക്കിയാൽ ഒരു ഭാഗത്തിൽ എത്രയായിരിക്കും? 9 എണ്ണം ഉണ്ടായിരിക്കും. 45നെ 5 കൊണ്ട് ഹരിച്ചാൽ 9 തന്നെയാണ്. 45 ഹരിക്കണം 5 എന്ന് പറയുന്നത് 9. ഇനി ഇവിടെ കൊടുക്കുക 45 ഇൻറ്റു എത്രയാണ്? 5 ഇൻറ്റു 9 എന്ന് പറയുന്നത് 45 അപ്പോൾ ഉത്തരം കറക്റ്റ് ആണോ എന്നിങ്ങനെ നമുക്ക് നോക്കുകയും ചെയ്യാം. ഇനി അടുത്തത് സ്കൂൾ പാർക്കിലെ തീവണ്ടിയാണ്. അജലിൻ്റെ സ്കൂളിലെ പ്രീ പ്രൈമറിയിൽ 32 കുട്ടികളുണ്ട്. സ്കൂൾ പാർക്കിലെ തീവണ്ടിയിൽ 4 ബോഗിയാണുള്ളത്. ഓരോ ബോഗിയിലും ഒരേ എണ്ണം കുട്ടികളാണ് കയറുന്നതെങ്കിൽ ഒരു ബോഗിയിൽ എത്ര കുട്ടികൾക്ക് കയറാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആകെ എത്രയാണ്? 32 കുട്ടികളാണല്ലേ. ഇവിടെ 4 ബോഗിയാണുള്ളത്. അപ്പോൾ 32 ഹരിക്കണം 4 ചെയ്ത് നോക്കണം. എത്രയാണ്? ഇവിടെ 32 ഹരിക്കണം 4 എന്ന് പറയുന്നത് ഉത്തരം 8 ആണ്. ഇനി അടുത്തത് കളിവണ്ടിയാണ്. അജലിൻ്റെ ക്ലാസ്സിലെ 18 കുട്ടികൾ പാർക്കിലെ കളിവണ്ടിയിൽ കയറാൻ പോയി. ഒരു വണ്ടിയിൽ 3 പേർക്ക് കയറാം. ഒരേ സമയം എല്ലാവർക്കും കയറണമെങ്കിൽ എത്ര കളിവണ്ടി വേണമായിരിക്കും? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 18നെ 3 കൊണ്ട് ഹരിച്ചു നോക്കുക. അപ്പോൾ ഉത്തരം 6 ആയിരിക്കും. ഇനി ഇവിടെ 2 പേർക്കാണ് കയറാൻ കഴിയുന്നതെങ്കിൽ 18 ഹരിക്കണം 2 എന്ന് പറയുന്നത് 9 പേർക്ക് കയറാൻ വേണ്ടി സാധിക്കും. ഇനി കളിച്ച് ജയിക്കൂ. പേജ് 145 കൊടുത്തിരിക്കുന്ന ഏണിയും പാമ്പും ബോർഡ് നോക്കൂ. നമ്മൾ ആദ്യം ചാപ്റ്റർ തുടങ്ങുമ്പോഴേ കണ്ടിട്ടുണ്ടായിരുന്നു. അതാണിത്. ആദ്യം 1 എഴുതിയ കളത്തിൽ നിന്ന് തുടങ്ങുക. ഇനി ഏണിയിൽ കയറിയും പാമ്പിൽ ഇറങ്ങിയും കളിക്കണം. ചില കളങ്ങളിൽ ക്രിയ നൽകിയിട്ടുണ്ട്. ഉത്തരമുള്ള കളങ്ങളിലേക്ക് ബട്ടൺ നീക്കി വെക്കണം. അപ്പം അതേപോലെ കൂട്ടുകാർ കളിച്ചു നോക്കുക. ആദ്യം 100-ലെത്തുന്നത് ആരാണോ അയാളാണ് വിജയി. ഇത്രയുമാണ് പാഠഭാഗം. ഇനി ഇതിലെ വിലയിരുത്തൽ പ്രവർത്തനം നോക്കാം. എത്ര മിഠായി? 15 മിഠായികൾ 3 കുട്ടികൾക്ക് തുല്യമായി കൊടുത്താൽ ഒരു കുട്ടിക്ക് എത്ര മിഠായി കിട്ടും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം എന്താണ്? 15 എണ്ണമാണ്. അതിനെ നമുക്ക് 3 കൊണ്ട് ഹരിച്ചു നോക്കാം. അപ്പോൾ 15 ഹരിക്കണം 3 എത്രയാണ്? 5 എന്ന് ഉത്തരം കിട്ടും. ഇനി ക്ലാസ്സിലെ ബെഞ്ചാണ്. ഷിയാൻ്റെ ക്ലാസ്സിൽ 28 കുട്ടികളുണ്ട്. ഒരു ബെഞ്ചിൽ 4 പേർ വീതമാണ് ഇരിക്കുന്നത്. ക്ലാസ്സിൽ എത്ര ബെഞ്ചുണ്ട്? അപ്പോൾ 28 ആണുള്ളത് അല്ലേ. ഇപ്പോൾ 28 ഒരു ബെഞ്ചിൽ 4 പേർ. അപ്പോൾ 28നെ 4 കൊണ്ട് ഹരിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് 7 എന്ന് ഉത്തരം കിട്ടും. 7 ബെഞ്ചായിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇനി നോട്ടും നാണയവും. ഒരു 50 രൂപ നോട്ട് 5 രൂപ നാണയങ്ങളാക്കി മാറ്റിയാൽ എത്ര നാണയങ്ങൾ കിട്ടും? എന്താണ്? 50 രൂപയുടെ നോട്ടാണ്. അതിനെ 5 രൂപയുടെ നാണയങ്ങളാണ് ആക്കുന്നത്. 50 ഹരിക്കണം 5 എന്ന് പറയുന്നത് 10 ആണ്. ഇനി 10 രൂപ വീതം എത്ര പേർക്ക് കൊടുക്കാം? എത്ര പേർക്കാണ്? 50 രൂപയാണ്. അതിനെ 10 പേർക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ 5 പേർക്കാണ്. 10 രൂപ വെച്ച് 5 പേർക്കേ കൊടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇനി 81 കുട്ടികളെ വരിയിലും നിരയിലും ഒരേ എണ്ണം വരുന്ന വിധം നിർത്തിയാൽ വരിയിൽ എത്ര കുട്ടികളുണ്ടായിരിക്കും? അതുപോലെ തന്നെ നിരയിൽ എത്ര കുട്ടികളുണ്ടായിരിക്കും? 9 പേരാണ് ഉണ്ടായിരിക്കുന്നത് അല്ലേ. നിരയിലും 9 പേര്. അഥവാ 9 × 9 എന്ന് പറയുന്നത് 81 ആണ്. ഇനി ഇതിലെ മാന്ത്രിക പെട്ടി എന്ന ചോദ്യം നോക്കാം. മാന്ത്രിക പെട്ടിയിൽ ഏത് സാധനം ഇട്ടാലും ഓരോ മിനിറ്റ് കഴിയുമ്പോഴും അതിൻ്റെ ഇരട്ടിയോട് 1 കൂടിക്കൊണ്ടിരിക്കും. ഒരു മിഠായി പെട്ടിയിലിട്ട് 4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 31 മിഠായി ആയി. 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പെട്ടിയിൽ എത്ര മിഠായി ഉണ്ടായിരുന്നു? അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് 1-ാമത്തെ മിനിറ്റ് അല്ലേ. 1-ാമത്തെ മിനിറ്റ് ആണെന്ന് നോക്കുക. 1-ാമത്തെ മിനിറ്റ് ആണ്. അതിൽ 2 അല്ലേ. 2ൻ്റെ കൂടെ അതിൻ്റെ ഇരട്ടി ആയിരിക്കും അല്ലേ. അപ്പോൾ 2ൻ്റെ കൂടെ 1 കൂട്ടുക. അപ്പോൾ 3 ആയിരിക്കും. ഇനി 2-ാമത്തെ മിനിറ്റ് എത്തുമ്പോൾ എന്താ ഉണ്ടാവുക? ഈ 3ൻ്റെ ഡബിൾ ആയിരിക്കും. അഥവാ 3ൻ്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 3 + 3 എന്ന് പറയുന്നത് 6. അതിൻ്റെ കൂടെ 1 കൂടെ കൂടുക. അപ്പോൾ 7 ആയിരിക്കും ഉണ്ടാവുന്നത്. 7 മിഠായി ഉണ്ടായിരിക്കും. ഇനി ഇത് 3-ാമത്തെ മിനിറ്റിലെത്തുമ്പോൾ 3-ാമത്തെ മിനിറ്റിലെത്തി. അപ്പോൾ 7ൻ്റെ ഡബിളായിട്ട് 14 മാറും. അതിൻ്റെ കൂടെ 1 കൂടെ കൂട്ടുമ്പോൾ 15 മിഠായിയാണ് 3-ാമത്തെ മിനിറ്റിൽ ഉണ്ടായിരിക്കുക. ഇനി 4-ാമത്തെ മിനിറ്റിലെത്തുമ്പോൾ ഈ 15ൻ്റെ ഡബിൾ എന്ന് പറയുന്നത് എത്രയാണ്? ഇരട്ടി എന്ന് പറയുന്നത് 30 ആയിരിക്കും. അതിൻ്റെ കൂടെ 1 കൂടെ കൂടി 31. അപ്പോൾ ഇവിടെ 4-ാമത്തെ മിനിറ്റ് കഴിഞ്ഞപ്പോൾ 31 കറക്റ്റാണ്. അപ്പോൾ 3-ാമത്തെ മിനിറ്റ് കഴിയുമ്പോൾ എത്രയായിരിക്കും എന്നുള്ളിടത്ത് ഉത്തരം എന്ന് പറയുന്നത് 15 ആണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ.
ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം. അടുത്തതായിട്ട് നമുക്ക് കുപ്പിയിൽ എത്ര സഞ്ചിയിൽ എത്ര എന്ന 11ാമത്തെ പാഠഭാഗമാണ് നോക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാ കൂട്ടുകാർക്കും ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.